ChatGPT വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇതെങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ആദ്യം നമ്മൾ ഫോണിൽ ക്രോം ഓപ്പൺ ചെയ്ത് ChatGPT എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ സെർച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഏറ്റവും മുകളിൽ തന്നെ ആദ്യമായിട്ട് തന്നെ വന്നു. ഒന്നെങ്കിൽ നമുക്ക് ഇവരുടെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ ക്രോമിൽ തന്നെ ലോഗിൻ ചെയ്തോ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ലോഗിൻ ചെയ്യണം, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ലോഗിൻ ചെയ്ത് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ഞാൻ ലോഗിൻ ചെയ്യണം. എൻ്റെ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ആദ്യം സൈൻ ചെയ്തു, മെയിൽ ID ഒരെണ്ണം കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ലോഗിൻ ആയിക്കോളും. ഇതൊരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതൊക്കെ നോ കൊടുത്ത് വിടുന്നു. നമുക്കിത് ഫോട്ടോസ് മാത്രമേ ഇങ്ങനെ ഗിബ്ലി പോലെ ഒരു ആർട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഗാലറി കിടക്കുന്ന ഒരു ഫോട്ടോസ് ആദ്യം പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഒരു സ്വന്തം ഇഷ്ടമുള്ളൊരു ഫോട്ടോ. ഇപ്പോൾ ഞാനും ദേവും നിൽക്കുന്നൊരു ഫോട്ടോയാണ് ഇടുന്നത്. ഇപ്പോൾ നേരത്തെ ചെയ്ത വെറൈറ്റി ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാണ്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നേരെ നമ്മൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവർ കുറച്ച് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിങ്ങനെ മെസ്സേജൊക്കെ നമുക്ക് കിട്ടും. നമ്മളിവിടെ കൺവേർട്ട് ദ ഫോട്ടോ ഇൻറ്റു ഗിബ്ലി ആർട്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നേരെ സെൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കുറച്ച് നേരം നമ്മളിത് കാത്തിരിക്കണം കേട്ടോ. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് ഒരു മിനിറ്റ് ഏകദേശം എടുക്കും. അത്യാവശ്യം സ്പീഡിലുള്ള ഇൻ്റർനെറ്റൊക്കെ വേണം, ഡേറ്റ സ്പീഡ് ഇച്ചിരി വേണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും 1 മിനിറ്റ് മേളിലെടുത്തു കേട്ടോ. ഇതെനിക്ക് ഇങ്ങനെ വരാൻ ഇങ്ങനെ കിട്ടും. നമുക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളിന്ന് കൂട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ കുറേ ഫോട്ടോസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫോട്ടോ ടേക്ക് ചെയ്ത് അപ്പം തന്നെ ഒരു സെൽഫി എടുക്കുന്ന രീതിയിലും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. പുതിയ വീഡിയോകളായിട്ട് വരുന്നിടം വരെ ബൈ.